എൻ്റെ എല്ലാ കൂട്ടരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രണ്ട് നല്ല സൊല്യൂഷനാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ റോസാ ചെടിയിലെ മുരടിപ്പും മഞ്ഞ ഇലകളും കറുത്ത കമ്പുകളും ഒക്കെ മാറി റോസാ ചെടിയും മറ്റുള്ള ചെടികളും പൂക്കളുണ്ടാകുന്ന ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെയാണ് നല്ല കായ്ഫലം കിട്ടാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം റോസയിലൊക്കെ ആണെങ്കിലും നിറയെ തുരുതുരാ മൊട്ടുകളും അതുപോലെ തന്നെ നല്ലവണ്ണം പൂക്കളും ഉണ്ടാകാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ റോസയിലൊക്കെ മുരടിപ്പും പ്രശ്നങ്ങളും മാറിയാൽ മാത്രമേ ആ റോസ ഹെൽത്തി ആയിട്ട് വളർത്തുള്ളൂ അല്ലേ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പം നല്ലവണ്ണം റോസയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മുടെ റോസയൊക്കെ നിൽക്കുന്നത് കേട്ടോ. പുതിയ തളിർപ്പുകളൊക്കെ വന്നു. മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പുതിയ തളിർപ്പുകൾ വന്നു. റോസയുടെ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലവണ്ണം മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളും അതൊക്കെ ഒന്ന് കണ്ട് ഫോളോ ചെയ്ത് ഇതുപോലൊക്കെ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഏത് ചെടിയിലാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മാത്രമേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് റോസയുടെ മുരടിപ്പ് മാറാനായിട്ടും കീടങ്ങളുടെ ശല്യം മാറാനായിട്ടും എല്ലാം സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ ആ ഒരു ശല്യം മാറിയാൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുമല്ലേ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കായപ്പൊടിയാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം കായപ്പൊടി ഉണ്ടല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കായപ്പൊടി നമ്മുടെ ചെടികൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പച്ചക്കറി തൈകൾക്കും ചെടികൾക്കും ഒക്കെ നല്ലതാണ്. ഈ പ്രാണികളുടെ ശല്യവും പുഴുക്കളുടെ ശല്യവും അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് നമ്മൾ കായപ്പൊടി പല വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിന്ന് കായപ്പൊടി എടുത്തേക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ കായമാണ്. നല്ലൊരു റിസൾട്ടാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ 1/2 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കേണ്ട സാധനം എന്ന് വെച്ചാൽ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അന്നത്തെ കഞ്ഞിവെള്ളമല്ല, 2 ദിവസം നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം. കഞ്ഞിവെള്ളത്തിൽ ധാരാളം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളും മാറാനായിട്ടും അതുപോലെ നമ്മുടെ ചെടികളുടെ പ്രാണികളുടെ ശല്യമൊക്കെ മാറാനായിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിൽ തന്നെ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ചെടികൾക്ക്. എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കറിവേപ്പിലൊക്കെ ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം ഇതുപോലെ ചൂടിലൊന്ന് മാറ്റി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. കറിവേപ്പിലൊക്കെ നന്നായിട്ട് തഴച്ചു വളരാൻ സഹായിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് എൻ്റെ കറിവേപ്പിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പുളിച്ച കഞ്ഞിവെള്ളം 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കായപ്പൊടിയും കൂടെ അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളവും കൂടെ എക്സ്ട്രാ ഡൈലൂട്ട് ചെയ്തു കേട്ടോ. 1 ലിറ്റർ വെള്ളം കൂടെ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചെടികളുടെ ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുമൂലം ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പശപ്പൊക്കെ ഉണ്ടല്ലോ, അതുമൂലം നമ്മുടെ ചെടികളിലെ പ്രാണികളൊന്നും വന്നിരിക്കത്തില്ല. അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും ഈ കായപ്പൊടിയുടെ ചേർക്കുന്നത് മൂലം. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ചെടികളുടെ മാറിക്കിട്ടിയ ചെടി ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമുക്ക് വെറുതെ നമ്മുടെ ചെടികളിൽ ചെയ്ത് കൊടുക്കാം. ഒരു പ്രശ്നമില്ലാത്ത ചെടിയാണെങ്കിൽ പോലും നമുക്ക് ഇത് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമ്മുടെ ചെടികൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ചെടികളിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കും. ആ ചെടിയൊന്നും കേടാവാതെയും അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയും നമുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടത്, രാവിലെ അല്ല. ഒരു 6 മണി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടികൾക്കെല്ലാം ചെയ്ത് കൊടുക്കുക. മഴ സമയത്ത് ചെയ്ത് കൊടുക്കരുത്. പുതിയ ആൾക്കാരോടായിട്ടാണ് പറയുന്നത് കേട്ടോ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കാണുന്നവർക്കൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തളിച്ചു കൊടുത്താലും മതി കേട്ടോ. തളിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ എന്ത് വേണം ചെയ്യാം. ഞാനിപ്പോൾ തളിച്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചെടികളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി പുതിയ തളിർപ്പുകളും അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറി ചെടി ഹെൽത്തി ആയിട്ട് വളരാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു സൊല്യൂഷൻ. അപ്പം ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തായിട്ട് കാണിക്കുന്നത്, നമുക്ക് ഈ ഒരു രൂപത്തിലും വളം തയ്യാറാക്കി കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ പഴയ തുണി, കോട്ടൺ തുണിയൊക്കെ കാണുമല്ലോ അല്ലേ. അപ്പം എന്തെങ്കിലും തുണി ഉണ്ടല്ലോ, ഇതുപോലെ ഒരു വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെയ്ത ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാൻ മേലാത്തവർക്കാണ് ഒന്നുകൂടെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ചെടികൾ റോസയിലൊക്കെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു വളമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. തുരുതുര മൊട്ടുകളും പൂക്കളും ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു വളം തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ ഒരു പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. വീട്ടിലുള്ള നല്ല കോട്ടൺ തുണികൾ, പോളിസ്റ്റർ തുണി ഒരിക്കലും എടുക്കരുത്, കോട്ടൺ തുണികളെ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ കോട്ടൺ തുണിയിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത്
നമ്മുടെ വീട്ടിലുള്ള ഏത് കിച്ചൺ വേസ്റ്റും എടുക്കുക. സവോളത്തൊലിയോ ഉള്ളിത്തൊലിയോ പച്ചക്കറിയുടെ വേസ്റ്റ്, അതായത് നമ്മൾ ചിക്കനും അങ്ങനത്തെ ഒന്നും എടുക്കരുത് കേട്ടോ. പച്ചക്കറി വേസ്റ്റ് മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മുടെ വെള്ളരിയുടെ വേസ്റ്റ്, വെള്ളരിയുടെ കപ്പളങ്ങാത്തൊലിയോ എന്ത് വേണേലും എടുക്കാം. അങ്ങനത്തെ പച്ചക്കറി വേസ്റ്റ്, പച്ചക്കറിയുടെ തൊലിയും പച്ചക്കറി വേസ്റ്റും എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ഒരു വേസ്റ്റ് എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഏത് വേസ്റ്റും നമുക്ക് ഉപയോഗിക്കാം. നമുക്കതുപോലെ പഴയ തുണികളൊക്കെ വീട്ടിൽ കാണുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു തുണി എടുക്കുക. ഒരുമാതിരി ഒരു വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഹോളൊന്നും കാണരുത്, നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു തുണിയായിരിക്കണം. ഇത് നമ്മൾ വെക്കുമ്പം വൃത്തികേടാകുമ്പോൾ നമ്മൾ എടുക്കുമ്പം നല്ലൊരു വൃത്തിയായിട്ടുള്ള ഹോളില്ലാത്തൊരു തുണി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കണേ. മൊത്തം എന്ത് വേസ്റ്റും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലോട്ടൊരു കിഴി കെട്ടിയ പോലെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനോട് കുറച്ച് മണ്ണോ ചാണകപ്പൊടിയോ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം അതിനകത്തിട്ട്. ആദ്യമേ കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയുടെ അതിന് മേളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാരമാണ്. നിങ്ങൾക്ക് വേണേൽ ചാരവും ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ചാരവും കൂടെ ചേർത്താണ് ഈ ഒരു പച്ചക്കറി വേസ്റ്റ് തൈയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മണ്ണോ ചാണകപ്പൊടിയോ ഒക്കെ ചേർക്കാം ചാരമില്ലെങ്കിൽ. അപ്പോൾ ഈ ചാരം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇത് ചീഞ്ഞു പോയാലും അതൊരു നല്ലൊരു കമ്പോസ്റ്റ് രൂപത്തിലായിക്കൊള്ളും. അപ്പം ഞാനിങ്ങനെ ഒരു കിഴി പോലെ കെട്ടിയിട്ട് നമ്മുടെ ഏത് ചെടികളുടെ ചുവട്ടിലാണോ വെക്കുന്നത് ആ ഒരു ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അത് ഇങ്ങനെ കുറേശ്ശെ നമുക്ക് ആ ചെടിച്ചട്ടിയിൽ വെക്കാൻ പാകത്തിലുള്ള ഒരു രീതിയിൽ നമ്മൾ തുണി മുറിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ ഇതുപോലെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചാരവോ അല്ലെങ്കിൽ മണ്ണോ ചാണകപ്പൊടിയോ ഒക്കെ രീതിയിൽ നമുക്കൊരു കമ്പോസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു കിഴിയുടെ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വെച്ച് കൊടുക്കാവേ. അപ്പം ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത് എൻ്റെ റോസയുടെ ചുവട്ടിലും പിന്നെ പച്ചക്കറിയുടെ ചുവട്ടിലും. പച്ചക്കറിയുടെ ഏത് പച്ചമുളക് തയ്യോ അങ്ങനെയുള്ള ഏത് ചെടികളുടെ ചുവട്ടിലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റോസയുടെ ചുവട്ടിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അടിയിൽ അതിൻ്റെ പുല്ലും കാടും ഒക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു കുഴി, അതായത് നമ്മുടെ ആ ഒരു കിഴി ഇരിക്കാൻ പാകത്തിലുള്ള ഒരു കുഴി എടുത്തു കൊടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുമ്പം ഇതിൻ്റെ മേളിൽ കൂടെ വെള്ളം ഒഴിച്ച് പോയി കഴിയുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഗുണങ്ങളെല്ലാം നമ്മുടെ ചെടികളിലേക്ക് കിട്ടും. നല്ല രീതിയിൽ നല്ല വളർച്ച ഉണ്ടാകും. നല്ല പോലെ പൂക്കളവും മുട്ടുകളും ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു വളമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് അതിനകത്ത് ചാരമൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് അങ്ങ് മാറിക്കൊള്ളും. പിന്നെ ഇടയ്ക്ക് വേണേൽ നമുക്കൊന്ന് തുറന്നിട്ട് കുറച്ച് മണ്ണോ ചാണകപ്പൊടിയോ ഒക്കെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ കമ്പോസ്റ്റായിട്ട് മാറി നല്ലൊരു വളം നമ്മുടെ ചെടികൾക്ക് കിട്ടും. പിന്നെ എൻ്റെ തക്കാളിയുടെ ചുവട്ടിലാണ് ഞാൻ വേറൊരു കിഴി കൊണ്ടുവെക്കുന്നത്. ഗ്രോബായിൽ വെച്ചൊരു തക്കാളിയാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ കുഴി എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ അത് നല്ല കായ്ഫലം ഉണ്ടാകാൻ സഹായിക്കും. ഇതുപോലെ നമുക്ക് പച്ചക്കറികളുടെ ഏത് ഇതിലും ചുവട്ടിലും വെച്ച് കൊടുക്കാം, ചെടികളുടെ ചുവട്ടിൽ വെച്ച് കൊടുക്കാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കില്ല. അപ്പോൾ ഇതിന്നെല്ലാം വേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് തീർന്നു കഴിയുമ്പോൾ ആ ഒരു തുണി എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.